Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു. PV അൻവർ MLA അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. 2018-2019 വർഷങ്ങളിലെ പ്രളയങ്ങളുടെ സാഹചര്യത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. അടിയന്തര ആവശ്യമുണ്ടായാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ 17 ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ, വില്ലേജ് അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും ക്യാമ്പ് സജ്ജമാക്കുക. മഴ ശക്തമായാൽ അഗ്നിരക്ഷാസേനയുടെ ബോട്ടുകൾ മാത്രം മതിയാവില്ല. കൂടുതൽ ബോട്ടുകൾ പൊന്നാനിയിൽ നിന്നും എത്തിക്കും. ഉൾവനങ്ങളിലെ കോളനികളിൽ നിന്നുള്ള കുടുംബങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ നിലവിൽ ഒരുക്കമല്ല. ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. മഴ ശക്തമായാൽ റോഡുകൾ തകരാനും കൃഷിനാശം സംഭവിക്കാനും വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെ തകരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിനാൽ എല്ലാ വകുപ്പുകളോടും ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗോത്ര ഊരുകളിലേക്ക് മഴക്കാലം മുന്നിൽ കണ്ട് 7 വിഭവങ്ങളടങ്ങിയ കിറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് IGDP പ്രൊജക്ട് ഓഫീസർ യോഗത്തിൽ അറിയിച്ചു. മലയോര മേഖലകളിൽ ഉൾപ്പെടെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ സമിതിയുടെ അടിയന്തര യോഗം ചേർന്നത്. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയങ്ങളിലായി 60-ലേറെ പേരുടെ ജീവൻ നഷ്ടമായ പ്രദേശമാണ് നിലമ്പൂർ. അതിനാൽ തന്നെ വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. പകർച്ചവ്യാധികൾ മുന്നിൽ കണ്ട നിലമ്പൂർ ജില്ലാ ആശുപത്രി, ചുങ്കത്ര സാമൂഹികാരോഗ്യ കേന്ദ്രം, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മരുന്ന് ലഭ്യതയും ഉറപ്പാക്കേണ്ടതുണ്ട്. പഞ്ചായത്തുകളിലും ക്യാമ്പുകൾ തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും വില്ലേജ് ഓഫീസർമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും അതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വളരെ സജീവമായി 2 ആഴ്ചക്കകം തന്നെ എവിടെയൊക്കെ ക്യാമ്പുകൾ വേണ്ടിവരും അവിടുത്തെ മുന്നൊരുക്കം, അതാണ് ഇപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. ക്യാമ്പുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ നിയോജക മണ്ഡലത്തിൽ സെറ്റാണ്. അതിൽ പ്രതിസന്ധിയൊന്നുമില്ല. ഏകദേശം 17 ക്യാമ്പിന്റെ കാര്യമാണ് ഇപ്പൊ തീരുമാനം അല്ലേ? 17 ക്യാമ്പ് ഇപ്പൊ ഓൾറെഡി തീരുമാനമാക്കി വെച്ചു. ആവശ്യമായി വന്നാൽ നമുക്കറിയാം ഇനി എത്ര ക്യാമ്പുകൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നും പ്രതിസന്ധി ഉണ്ടാവില്ല. പോരായ്മകൾ ചിലത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പരിഹരിക്കാൻ ജില്ലാ കളക്ടർക്ക്, കാരണം ബോട്ടിന്റെ ഒരു അപര്യാപ്തത നമുക്കറിയാം. ബോട്ടുകൾ ആളുകളെ റെസ്ക്യൂ ചെയ്യാനുള്ള വളരെ അത്യാവശ്യമാണ്. ഫയർ സർവീസിന്റെ കയ്യിലുള്ള പരിമിതമായ റെസ്ക്യൂ ഓപ്പറേഷനിൽ മാത്രം ഒരു പക്ഷേ നിൽക്കില്ല, കാരണം നമ്മുടെ മുൻ അനുഭവങ്ങൾ അതാണ്. അപ്പം അതിനാവശ്യമായ ബോട്ടുകൾ എത്തിക്കാൻ ഉള്ള ഒരു തീരുമാനമാണ് ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാ വകുപ്പുകളും പരസ്പരം സഹകരിക്കാനും എന്താ പറയുക ഒരു മനസ്സോട് കൂടിയിട്ട് മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്തത് ആ രീതിയിൽ തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവിടെ റെപ്രസെൻറ്റേറ്റീവ്സും രാഷ്ട്രീയത്തിന് അതീതമായി ഇതിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ നിലമ്പൂർ ഒരുമിച്ച് നീങ്ങാം എന്നുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. യോഗത്തിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ്മ നെടുമ്പാടി, OT ജെയിംസ്, റീന, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ K ശബരിനാഥ്, KP പ്രമോദ്, പൊതുമരാമത്ത് വകുപ്പ് AE മുഹസിൻ, BDO AJ സന്തോഷ്, നിലമ്പൂർ ജില്ലാശുപത്രി RMO ബഹാവുദ്ദീൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയാക്ന തോപ്പിൽ, പോലീസ് ഇൻസ്പെക്ടർമാർ, നിലമ്പൂർ ജോയിന്റ് RTO, വനം, അഗ്നിരക്ഷാസേന ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.